ലോക തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സ്ക്രീനിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതുപോലെ 2 ബ്ലാക്ക് ബാറുകൾ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതുപോലെ തന്നെ ഇനി പ്രണവ് മോഹൻലാലിൻ്റെ ഇറങ്ങാനിരിക്കുന്ന സിനിമയാണ് ഡൈ സിറായെ. ആ സിനിമ തിയേറ്ററിൽ വരുമ്പോഴും ഇതുപോലെ 2 സൈഡിലും ബ്ലാക്ക് ബാറുകൾ വരും. പക്ഷേ ഞാൻ ഈ പറയുന്നത് കോമൺ ആയിട്ടുള്ള തിയേറ്ററുകളുടെ കാര്യമാണ് പറയുന്നത്, അതായത് വൈഡ് ആയിട്ടുള്ള സ്ക്രീനുകളുള്ളത്, സിനിമാസ്കോപ്പ് എന്ന് പറയും. പിന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന് മുമ്പ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഇതുപോലെ തന്നെ മേളിലും താഴെ ചെറിയ ബ്ലാക്ക് ബാറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ 2 സൈഡിലും ഇതുപോലെ ബ്ലാക്ക് ബാറുകൾ അല്ലെങ്കിൽ മേളിലും താഴെയും ചെറിയ ബ്ലാക്ക് ബാറുകൾ വരുന്നത്? നമുക്കതൊന്ന് പരിശോധിക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ ലോക എന്ന് പറയുന്ന സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ കൃത്യം എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ചിലതിനകത്ത് നോക്കിയപ്പോൾ 1.85:1 എന്ന് കാണിക്കുന്നുണ്ട്, ചിലതിനകത്ത് 1.90:1 എന്ന് കാണിക്കുന്നുണ്ട്. തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് 1.90:1 എന്നുള്ള രീതിക്കാണ് ഞാനിത് മൊത്തം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് തിയേറ്റർ സ്ക്രീനുകളുടെ ആസ്പെക്ട് റേഷ്യോ ഏതൊക്കെ ഉണ്ടെന്നൊന്ന് പരിശോധിക്കാം. ആദ്യം സിനിമാസ്കോപ്പ് എന്ന് പറയും, അത് 2.39:1. പിന്നെ അടുത്തത് വരുന്നത് PXL സ്ക്രീൻ, അതിന് വരുന്നത് 1.85:1. പിന്നെ അടുത്തത് വരുന്നത് 1.89:1, അത് എപ്പിക്ക്. പിന്നെ ഐമാക്സ് എന്ന് പറയുമ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ആണ് വരുന്നത്, അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത്, അത് 1.90:1. പിന്നെ ഇതിൻ്റെ ഐമാക്സ് ഒറിജിനൽ സൈസ് എന്ന് പറയുമ്പോൾ 1.43:1. ഇത്ര ഇതിനകത്ത് നമ്മുടെ ഈ ലോക വരുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഈ സിനിമാസ്കോപ്പ് എന്നുള്ള ഈ നമ്മുടെ സാധാരണ വൈഡ് ആയിട്ടുള്ള തിയേറ്റർ സ്ക്രീൻ, അതിലോട്ട് നമ്മുടെ ഈ ലോക വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? ഈ ഒരു ഫോർമാറ്റ് വരും. ഇനി അടുത്തത് PXL സ്ക്രീൻ. PXLിലോട്ട് വരുമ്പോഴത്തേക്കും ലോക എന്ന് പറയുന്ന സിനിമ അവിടെ പ്രദർശിപ്പിക്കുമ്പം എങ്ങനെ വരും? ഇങ്ങനെ വരും. അപ്പോൾ ചെറിയ പൊടിക്ക് വ്യത്യാസം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ എടുത്ത ആസ്പെക്ട് റേഷ്യോ നെറ്റിൽ നിന്ന് എടുത്താണ്. എൻ്റെ അകത്ത് ചെറിയ വേരിയേഷൻ കാണും. അപ്പോൾ PXL സ്ക്രീനിൻ്റെ അകത്ത് കണ്ടവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വെച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ചെറുതുണ്ട്, എന്നാലും ഫുൾ സ്ക്രീൻ എന്ന് പറയാം. ഇനി അടുത്തത് എപ്പിക് സ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അതിനകത്ത് വരുമ്പോൾ കണ്ടോ, ഇതിനകത്ത് വരുമ്പോൾ കൃത്യം ഫുൾ സൈസാണ് വരുന്നത്. ഇനി പിന്നെ ഐമാക്സിനകത്തോട്ട് വരുമ്പോഴും കറക്റ്റ് കണ്ടോ. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഒരു സൈസാണ് ഞാൻ പറയുന്നത്. പിന്നെ ഐമാക്സിൻ്റെ ഒറിജിനൽ വരുമ്പോഴത്തേക്കും അവിടെ പ്രശ്നം വരാൻ പോകുന്നത് ഇതുണ്ടോ, മേളിലും താഴെയും ചെറിയൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഐമാക്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഒറിജിനൽ, അതായത് ഫിലിമിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഐമാക്സിൻ്റെ. അത് നമ്മുടെ ഇവിടെ ഒന്നുമില്ല, ഇവിടെയും ഗുജറാത്തിലെങ്ങാണ്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ആ ഒറിജിനൽ സൈസ് വരുമ്പോഴത്തേക്കും അതിന് ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഫോർമാറ്റുകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ നമ്മുടെ കോമൺ ആയിട്ടുള്ള തിയേറ്ററിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇങ്ങനത്തെ ആസ്പെക്ട് റേഷ്യോ ഉപയോഗിക്കുന്നത്? ഇതിനു മുമ്പ് മഞ്ഞുമ്മൽ ബോയ്സ് നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ഇതുപോലെ 2 സൈഡിലും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ ചിത്രീകരിക്കുന്നത്? ഇവർക്ക് വൈഡായിട്ട് അങ്ങ് ചിത്രീകരിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ 2 സൈഡും കുറച്ച് വേസ്റ്റാക്കി കളയുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? അപ്പോൾ അതിന് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ലോകയിലെ ഒരു സീനാണ്. ഇതൊരു വലിയൊരു ടവർ പോലുള്ള എന്തോ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന ഒരു സീനാണ്. ഇത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ സീനാണ്. അപ്പം മഞ്ഞുമ്മൽ ബോയ്സ് അറിയാം, ഈ സീൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം താഴെ നിന്നിങ്ങനെ വലിച്ച് പൊക്കിക്കൊണ്ട് വരുന്ന ഒരു സീനാണ്. അപ്പോൾ ഇത് രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള കാണിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിലും കോമൺ ആയിട്ട് കാണിക്കുന്നത്, ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സിനകത്താണെങ്കിൽ നമുക്ക് ഈ ആഴം ഇത്രയോ ആഴത്തിലോട്ടാണ് പോയതെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഹൈറ്റ് അല്ലെങ്കിൽ താഴ്ച ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോകയിലോട്ട് വരുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ഈ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടവർക്കറിയാമായിരിക്കുമല്ലോ, ലോകയിൽ ഇങ്ങനെ പറക്കുന്ന സീനുകളും അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ. സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ ശ്രദ്ധിച്ചു കാണും, ഇങ്ങനെ ഹൈറ്റ് കൂടുതൽ കാണണം എന്ന് പറഞ്ഞ പോലെ മഞ്ഞുമ്മൽ ബോയ്സിൽ വരുമ്പോഴും അവിടെ താഴ്ചയാണ് നമുക്ക് കൂടുതലും വേണ്ടത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കിപ്പോൾ ഹൈറ്റ് കൂടി എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഇപ്പോൾ ഒരു നല്ല ഹൈറ്റ് കൂടി ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു ടവറോ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ടവറൊന്ന് കൂട്ടിക്കോ, മൊബൈൽ ടവറിൻ്റെ ഫോട്ടോ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എടുക്കണം. അവ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോൺ ഇങ്ങനെ പിടിക്കും അല്ലേ, ഇങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറച്ചങ്ങ് മാറി നിന്നിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് കിട്ടും. കാരണം നമുക്ക് 2 സൈഡ് വശം നമുക്ക് ആവശ്യമില്ല.
നമുക്ക് ഹൈറ്റാണ് കൂടുതലും കിട്ടേണ്ടത്. അതേസമയം നമ്മൾ ഫോൺ ഇങ്ങനെ തിരിച്ച് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? തിരിച്ച് പിടിച്ചാൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് കുറേ പുറകോട്ട് വരണം. കുറേ പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടവറിൻ്റെ 2 സൈഡിലുള്ള ഏരിയയും കൂടെ ക്യാപ്ചർ ആവും ഇല്ലേ? നമ്മുടെ ഫ്രെയിമിനകത്ത് നമുക്ക് കൂടുതലായിട്ടും കാണിക്കേണ്ടത് ഈ ഹൈറ്റാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ആസ്പെക്ട് റേഷ്യോകൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് എന്തായാലും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് തിയേറ്ററിൽ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പറ്റുമല്ലോ. ഇനി ഈ സീനിനെ ഞാൻ നമ്മുടെ AI വെച്ചിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 2 സൈഡിലോട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കുള്ള വ്യത്യാസം കണ്ടോ? ഇത് കണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം 2 സൈഡിലോട്ടും കുറേ ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുക. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ കൂടുതലും വരേണ്ടത് ഈ സെൻറ്ററിൽ നിൽക്കുന്ന ടവറും അതിൻ്റെ വലിപ്പവും ഹൈറ്റും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ കാണിക്കേണ്ട സാഹചര്യത്തിൽ ഇങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം മാറിപ്പോകും. അപ്പം ഇത് കണ്ടോ? ഇങ്ങനെ വരുമ്പം അത്ര ഏരിയ നമുക്ക് ആ ഹൈറ്റിൻ്റെ ഏരിയ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ പോലെ മഞ്ഞുമ്മൽ ബോയ്സിലെ സീനും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് മഞ്ഞുമ്മൽ ബോയ്സിലെ സീൻ. ഓക്കെ, നമുക്ക് ആ കൃത്യമായിട്ട് ആഴവും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഇതുണ്ടോ? ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടപ്പോൾ 2 സൈഡിലോട്ടും ബ്ലാക്ക്, നടുക്കത്തെ ഭാഗം നമുക്ക് ഇത്ര കാണത്തുള്ളെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ 2 സൈഡിലോട്ട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടൊക്കെയാണ്, അതായത് നമുക്ക് കൂടുതൽ ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഇങ്ങനെയുള്ള ആസ്പെക്ട് റേഷ്യോകൾ ഉപയോഗിക്കുന്നത്. അതായത് സിനിമയുടെ ജോണർ അനുസരിച്ചാണ് ഇവർ ഇതുപോലെ ആസ്പെക്ട് റേഷ്യോകളും മറ്റുമൊക്കെ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ഈ ആസ്പെക്ട് റേഷ്യോ ഷൂട്ട് ചെയ്യും. അതായത് ഇതുകൊണ്ടോ? അപ്പോൾ ഈ കല്യാണിയുടെ ആ ഫേസും കാര്യങ്ങളും ആ എക്സ്പ്രഷനും കാര്യങ്ങളും ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ക്ലോസപ്പ് എടുക്കുമ്പോൾ. അതേസമയം നമ്മൾ മറ്റേ ഇതുപോലെ വൈഡായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഭാഗം കൂടെ ഈ ഫ്രെയിമിനകത്ത് വന്ന് കയറും. അതായത് ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പം ഇതുണ്ടോ? ഇത്ര ഏരിയ കൂടെ 2 സൈഡിലോട്ടും കിട്ടി. നമുക്കതല്ല ആവശ്യം. ആളെ കുറച്ചും കൂടെ അടുത്താണ് നമുക്ക് കാണണ്ടേ. ആളെ കുറച്ചും കൂടെ കാണാൻ നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും ശ്രദ്ധ പോകാനും പാടില്ല. ആ കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ? ആ സൈസ് 2 സൈഡും ക്രോപ്പായി പോയതല്ല, ക്രോപ്പൊന്നല്ല, 2 സൈഡ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടും ഇങ്ങനെയുള്ള സാധനം. അപ്പോൾ ഈ ആർട്ട് സിനിമകൾ പോലുള്ള ഇതിനൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോയിരിക്കാൻ വേണ്ടി. ആർട്ട് സിനിമകളും അല്ലെങ്കിൽ ഈ സൈക്കോ കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ആസ്പെക്ട് റേഷ്യോകൾ ഉപയോഗിക്കാം. അതുകൊണ്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ഡൈസി റായ എന്ന് പറയുന്ന സിനിമയിൽ ഈ പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് പറക്കുന്നുണ്ടോ, ഇനി ഹൈറ്റ് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് സിനിമ കണ്ടാലേ അറിയത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതലും എന്നാ പറയുക, ഈ വികാരങ്ങൾ, ഈ കഥാപാത്രത്തിൻ്റെ ആ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, പേടിപ്പിക്കുന്ന സിനിമയാണല്ലോ, അപ്പോൾ ആ കണ്ണിൻ്റെ അകത്ത് അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആസ്പെക്ട് റേഷ്യോകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിലോട്ട് നിങ്ങൾ നോക്കി, അവിടെ കൂടുതലും നമുക്ക് ഈ വൈഡായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതായത് രാഷ്ട്രീയ സിനിമകൾ അല്ലെങ്കിൽ ചരിത്ര സിനിമകൾ, ബാഹുബലി പോലുള്ള സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ യുദ്ധവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ആൾക്കാരെ ഒരുപാട് കാണിക്കണം. ആൾക്കാർ മേളിയല്ലോ നിൽക്കുന്നത്, അപ്പോൾ ആൾക്കാരെ ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കാണിക്കണം. ഈ ഫ്രെയിം കണ്ടോ? ഒരുപാട് മാക്സിമം ആൾക്കാർ നമുക്കിങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കാണിക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇങ്ങനെ അവർ ഷൂട്ട് ചെയ്തത്. പക്ഷേ അത് അവർ അനാമോർഫിക് ലെൻസ് എന്ന് പറഞ്ഞ ലെൻസൊക്കെ ഉപയോഗിച്ചാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ പോയി ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാവും. അപ്പോൾ ആ ലെൻസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് എടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൂടുതൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടോ? അപ്പോൾ ഈ ലാലേട്ടനൊക്കെ ഈ നടന്നു വരുന്നത് ഇതുകൊണ്ട് വൈഡായിട്ടാണ്. ആൾക്കാരിങ്ങനെ നിരന്ന് നിൽക്കുമല്ലേ, ആൾക്കാർ അത്രയും കാണിക്കണം. അതേസമയം കുറച്ചും കൂടെ ചുരുക്കി കഴിഞ്ഞാൽ എത്ര ഏരിയ നമുക്ക് കിട്ടത്തുള്ളൂ. മേലോട്ടല്ല ഇവിടെ വേണ്ടത്, ഇവിടെ വൈഡായിട്ടാണ് വേണ്ടേ. അതാ പറഞ്ഞത്. അപ്പോൾ ഓരോ സിനിമയുടെ ജോണർ അനുസരിച്ചാണ് ഇവർ ആസ്പെക്ട് റേഷ്യോസും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ലോകം കണ്ടവർക്കറിയാം അതൊരു സൂപ്പർ ഹീറോ മൂവിയാണ്. അപ്പോൾ പറന്നൊക്കെ നിൽക്കുമ്പോൾ മേളിൽ ആ പറന്ന് നിൽക്കുന്ന ആളെയും കാണിക്കണം, താഴെ നിൽക്കുന്ന ആളെയും കാണിക്കണം, ഈ ഹൈറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടിയല്ലോ. ഇനി പുതിയ തിയേറ്ററുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ എന്തായാലും തിയേറ്ററുകൾ നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി ഇതുപോലുള്ള സ്ക്രീനുകൾക്ക് പകരം ഈ ഹൈറ്റ് കൂടിയ ഫ്ലാറ്റ് സ്ക്രീൻ ഇതിന് പറയാറ്. അപ്പോൾ ഈ എപ്പിക്ക് PXL സ്ക്രീനൊക്കെ പോലെ ഹൈറ്റ് കൂടിയ സ്ക്രീനുകളുണ്ടല്ലോ, അത് വെക്കുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നേ. മറ്റൊന്നുമല്ല, ഈ 2 സൈഡിലും ബ്ലാക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പോലെയല്ലേ അല്ലേ. അതുമല്ല, വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഹൈറ്റ് കൂടിയ സ്ക്രീനിലാണെങ്കിൽ നമുക്ക് ഈ വൈഡായിട്ടുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ മേളിലും താഴെയും
ബ്ലാക്ക് വരും എന്നുള്ളൂ. പക്ഷേ ഇത് ചുരുങ്ങുന്നില്ലല്ലോ, നമുക്ക് ആ വിട്ട് എങ്ങനെ കളിച്ചാലും കിട്ടും. മേളിലും താഴെയും ബ്ലാക്ക് വരും എന്നുള്ളൂ. മേളിലും താഴെയും ബ്ലാക്ക് വന്നാൽ നമുക്ക് അത്രയ്ക്ക് വലിയ ഇറിറ്റേഷൻ തോന്നാറില്ല. കാരണം നമ്മൾ നേരത്തെ തൊട്ട് ടി വിയിലാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സിനിമാസ്കോപ്പ് ഇങ്ങനെ മേളിലും താഴെയും ബ്ലാക്ക്, അതൊരു സ്റ്റൈലുമാണ്. അതേസമയം 2 സൈഡിൽ ബ്ലാക്ക് വരുമ്പോഴുള്ള നമുക്ക് എന്തോ പോലെയാണ്. അതുപോലെ പടം മൊത്തത്തിൽ ചുരുങ്ങുകയും ചെയ്യുവേ. ഇതിനകത്തോട്ട് കൊള്ളിക്കുമ്പോഴത്തേക്കേ മേളുവശം 2 ഒപ്പിക്കണമല്ലോ, മേളുവശം 2 കൂടെ ഒപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതങ്ങ് ചുരുങ്ങും. ഇതിനകത്തോട്ട് കൃത്യമായിട്ട് കൊള്ളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ വൈഡായിട്ടുള്ള സ്ക്രീനിൽ 2 സൈഡും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മേളും താഴെ ഇതുപോലെ നമുക്ക് ക്രോപ്പായി കാണും. ഞാൻ ഈ റെഡ് ഇതൊരു ചതുരം പോലെ കിടക്കുന്നില്ലേ, അതാണ് തിയേറ്ററിൻ്റെ സ്ക്രീന്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ 2 സൈഡും കൂടെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ മേളും താഴെ ക്രോപ്പായി പോകും. ഈ മേളും താഴെ നമുക്ക് കാണത്തില്ലാതെ വരും. അപ്പോൾ ആണ് നമ്മളത് കറക്റ്റായിട്ട്, ഇത് പ്രൊപ്പോർഷണലല്ലേ നമുക്ക് ചെറുതാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ട് മേളും താഴെ പിടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആള് വലിഞ്ഞു പോവില്ലേ, ആളുടെ മുഖം ഇരിക്കുന്നുണ്ടോ, അങ്ങനെ നമുക്ക് ഒരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. ആളിങ്ങനെ പിക്കുന്നായി പോകും. നമുക്കത് പ്രൊപ്പോർഷണലിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊപ്പോർഷണൽ ചെയ്യുമ്പോഴത്തേക്കും ആണ് ഈ 2 സൈഡിലോട്ടും കണ്ടോ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയും സാധനം നമുക്കത് വേസ്റ്റാണ്. ഇത്രയും ഭാഗം നമുക്ക് വേസ്റ്റായിട്ട് വരും. അതാണ് അതിൻ്റെ മാറ്റം. അപ്പം തിയേറ്റർ ഇനി പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും എന്തായാലും മുടക്കുമല്ലേ, ഹൈറ്റ് കൂടിയ സ്ക്രീൻ വെക്കുന്നേ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണണ്ടേ. പിന്നെ ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായി എന്നറിയത്തില്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. എന്തായാലും കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ സബ്സ്ക്രിപ്ഷനോ ഫോളോയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്തേക്ക്. ഓക്കെ, താങ്ക് യു, ബൈ.